നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഉത്തര കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉൻ മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ ആളാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വസിക്കാൻ അല്പം പ്രയാസമുള്ള കിമ്മിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വേച്ഛാധിപതി കിം ജോങ് ഉൻ കരയുന്നതും കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതും വീഡിയോയിൽ കാണാം. കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകാൻ ഉത്തര കൊറിയയിലെ സ്ത്രീകളോട് അഭ്യർത്ഥിക്കുന്നതിനിടെയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ വികാരാധീനായത്. ഉത്തര കൊറിയയിലെ ജനസംഖ്യാ നിരക്ക് താഴുന്നതിനിടെയാണ് കിമ്മിന്റെ ആഹ്വാനമെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സംസാരിക്കുന്നതിനിടെ തൂവാല കൊണ്ട് കണ്ണു തുടയ്ക്കുന്ന കിമ്മിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. രാജ്യത്തിന് കരുത്തേകാൻ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനാണ് തലസ്ഥാനമായ പോങ്യായിൽ അമ്മമാർക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ കിം ആവശ്യപ്പെട്ടത്. ജനന നിരക്ക് വർദ്ധിപ്പിക്കുക, കുട്ടികൾക്ക് നല്ല സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകുക എന്നിവയെല്ലാം നമ്മുടെ കുടുംബകാര്യങ്ങളാണ്. നമുക്കിത് അമ്മമാരോടൊപ്പം ഒരുമിച്ച് ചെയ്യണമെന്ന് കിം പറഞ്ഞു. രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ അമ്മമാർ വഹിച്ച പങ്കിന് അദ്ദേഹം നന്ദി പറഞ്ഞു. ഉത്തര കൊറിയയെ പോലെ അയൽ രാജ്യമായ ദക്ഷിണ കൊറിയയും ജനന നിരക്കിൽ വൻ ഇടിവാണ് നേരിടുന്നത്. ദക്ഷിണ കൊറിയയുടെ ഫെർട്ടിലിറ്റി നിരക്ക് ലോകത്തിലെ ഏറ്റവും താഴ്ന്നതാണ്. ഹൈസ്കൂൾ ഫീസ്, കുട്ടികളെ പരിപാലിക്കാനുള്ള കഴിവില്ലായ്മ, പുരുഷ കേന്ദ്രീകൃത കോർപ്പറേറ്റ് സമൂഹം എന്നിവയാണ് ജനന നിരക്ക് കുറയാനുള്ള പ്രധാന കാരണങ്ങൾ. 1970-80കളിൽ യുദ്ധാനന്തരം ജനസംഖ്യ വളർച്ച മന്ദഗതിയിലാക്കാൻ ഉത്തര കൊറിയ ജനന നിയന്ത്രണ പദ്ധതികൾ നടപ്പാക്കി. എന്നാൽ 1990കളുടെ മധ്യത്തിൽ ഒരു ക്ഷാമം ഉണ്ടാവുകയായിരുന്നു. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്തു. ഇക്കാരണത്താൽ ഉത്തര കൊറിയയിലെ ജനസംഖ്യ കുറയാൻ തുടങ്ങുകയായിരുന്നു. 2034ഓടെ ഉത്തര കൊറിയയിലെ ജനസംഖ്യ ഇനിയും കുറയുമെന്നാണ് ഹ്യുണ്ടായി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട്. 2070 ആകുമ്പോഴേക്കും ഉത്തര കൊറിയയിലെ ജനസംഖ്യ 23.7 ദശലക്ഷമായി കുറയുമെന്ന് കണക്കാക്കപ്പെടുന്നു. 2021 കണക്കുകൾ പ്രകാരം ഉത്തര കൊറിയയുടെ ജനസംഖ്യ 26 ദശലക്ഷമാണ്. ജനസംഖ്യയിലെ കുറവ് പരിഹരിക്കാൻ ഒട്ടേറെ ആനുകൂല്യങ്ങൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 അതിലധികമോ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് സൗജന്യ ഭവനം, സബ്സിഡികൾ, സൗജന്യ ഭക്ഷണം, മരുന്ന്, വീട്ടുപകരണങ്ങൾ, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എന്നിങ്ങനെയാണ് നൽകുന്നത്. അതേസമയം ഉത്തര കൊറിയയിലെ ജനന നിരക്ക് അയൽ രാജ്യങ്ങളെക്കാൾ കൂടുതലാണ്. ദക്ഷിണ കൊറിയയിൽ ഇതിലും താഴ്ന്ന നിരക്കാണ് ഉള്ളത്. ദക്ഷിണ കൊറിയയിലേത് കഴിഞ്ഞ വർഷം 0.78% താഴ്ന്നത്. അതിനിടെ റഷ്യൻ പ്രസിഡന്റ് റഷ്യൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത് 8 അതിലധികമോ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനാണ്. ജനസംഖ്യാ നിരക്കിലെ കുറവാണ് ഇവിടെയും കാരണം. മോസ്കോയിൽ വേൾഡ് റഷ്യൻ പീപ്പിൾ കൗൺസിലിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പുടിൻ. റഷ്യയിലെ ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നത് വരും ദശകങ്ങളിൽ തങ്ങളുടെ ലക്ഷ്യമായിരിക്കുമെന്ന് പുടിൻ വ്യക്തമാക്കിയിരുന്നു. 8 അതിലധികമോ കുഞ്ഞുങ്ങളെ പ്രസവിക്കൂ, വലിയ കുടുംബമുണ്ടാക്കൂ, സ്ത്രീകളോട് പുടിൻ പറഞ്ഞു. വരും വർഷങ്ങളിലെ ലക്ഷ്യം ഇതാണ്. നമ്മുടെ പല മുത്തശ്ശിമാർക്കും 7 8 അതിലധികമോ കുട്ടികൾ ഉണ്ടായിരുന്നുവെന്ന് മറന്നു പോകരുത്. നമുക്ക് ഈ മഹത്തായ പാരമ്പര്യം സംരക്ഷിക്കുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യാം. വലിയ കുടുംബങ്ങൾ റഷ്യയിലെ എല്ലാവരുടെയും ജീവിത രീതിയായി മാറണം. കുടുംബം ഭരണകൂടത്തിന്റെയും സമൂഹത്തിന്റെയും അടിസ്ഥാനം മാത്രമല്ല, അത് ആത്മീയ പ്രതിഭാസവും ധാർമ്മികതയുടെ ഉറവിടവുമാണെന്ന് പുടിൻ വിശദീകരിച്ചു.